മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അടിയിൽ തകർത്തിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഗതികേട് കൊണ്ട് പുളയുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത്. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമായി. കടുത്ത വരൾച്ചയിലാണ് പാക് അതിർത്തി ഗ്രാമങ്ങൾ. കടുത്ത വേനലിൽ സിന്ധു, ഝലം, ചനാബ് നദികളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അളവ് വളരെയേറെ കുറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിക്കുന്നുമില്ല. ഇതോടെ കൃഷി നടത്താനാവാതെ ജനം വലയുന്ന കാഴ്ച. തദ്ദേശ നദികളിലൊന്നും ഇപ്പോൾ ജലമില്ല. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്നൊഴുകിയിരുന്ന നദികളിൽ നിന്നുള്ള ജലത്തിൻ്റെ ലഭ്യത ഇല്ലാതായി. സിന്ധു നദിയിലെ ടർബല ഡാമിലും ഝലം നദിയിലെ മംഗ്ല ഡാമിലും ജലത്തിൻ്റെ അളവിൽ വലിയ കുറവ്. ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ ഇത് പറഞ്ഞു വെക്കുകയും ചെയ്തു. പ്രവിശ്യയിലെ കാർഷിക വൃത്തി വലിയ വെല്ലുവിളി നേരിടുന്നുവെന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്താൻ ഇനിയും 4 ആഴ്ച കൂടി പിന്നിടും. ഇതിനിടയിൽ കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങുമെന്നതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഇന്ത്യ സ്വീകരിച്ച ജല ആക്രമണ തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കുന്നത്. കടുത്ത ജലപ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാക്കികൾ. വിളകൾക്ക് നദീതടങ്ങളിൽ നിന്ന് വെള്ളം ലഭ്യമല്ലാത്തതുകൊണ്ട് കർഷകർക്കിടയിൽ ആശങ്കയാണ് അലയടിക്കുന്നത്. സിന്ധു, ഝലം നദിയിൽ നിന്ന് ചനാബ് നദിയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ വളരെ കുറവാണ്. കടുത്ത ചൂടും വെള്ളത്തിൻ്റെ അഭാവവും കാരണം വയലുകളിൽ വിശാലമായ വിള്ളലുകൾ രൂപപ്പെട്ടു. ഒരു വശത്ത് ചനാബ് നദിയിൽ നിന്നുള്ള ജലമൊഴുക്ക് ഇന്ത്യ കുറച്ചു. പാകിസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകളിൽ ജലക്ഷാമം രൂക്ഷമാകാൻ ഇതാണ് മുഖ്യ കാരണം. ഇതിൽ പരിഭ്രാന്തനായാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടുത്തിടെ താജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന ഹിബാനികളുടെ സംരക്ഷണ സമ്മേളനത്തിൽ തങ്ങളുടെ ദയനീയ കഥ പറഞ്ഞത്. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ അദ്ദേഹം ദുഃഖമറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ജലവിതരണം കുറഞ്ഞതിനെ തുടർന്ന് പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യം അദ്ദേഹം താജിക്കിസ്ഥാനിൽ വ്യക്തമാക്കി. ഷഹബാസ് ഷെരീഫും അസിം മുനീറും പറയുന്നത് ഓരോ തുള്ളി വെള്ളത്തിനും വേണ്ടി ലോകത്തിനു മുന്നിൽ തലകുനിക്കേണ്ടി വന്ന അവസ്ഥയിലാണ് തങ്ങളെന്ന്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ ഇന്ത്യയെ കടന്നാക്രമിക്കുമെന്ന ഭീഷണിയാണ് ആദ്യം പാകിസ്ഥാൻ മുഴക്കിയത്. പിന്നീട് ആണവായുധ ഭീഷണി ഉൾപ്പെടെ ഇന്ത്യക്ക് നേരെ കടുത്ത മുന്നറിയിപ്പുകൾ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒന്നൊന്നായി നടപടികൾ കടുപ്പിച്ച് പിന്നീട് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടിച്ചതോടെ പാകിസ്ഥാൻ തുർക്കിയുടെ ഡ്രോണുകളുമായി ഇന്ത്യയെ ആക്രമിക്കാനെത്തി. അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി പാക് വ്യോമസേനാ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞപ്പോൾ എല്ലാം മടക്കിക്കെട്ടി ഓടുകയായിരുന്നു പാക്കികൾ. ഇപ്പോഴിതാ പുതിയ ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നു. ചൈനയെക്കൊണ്ട് ബ്രഹ്മപുത്ര നദിയിലെ ജലമൊഴുക്ക് തടയുമെന്നതാണ് പാകിസ്ഥാന്റെ പുതിയ ഭീഷണി. ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് ഒരു സാങ്കല്പിക സാഹചര്യത്തെ മുൻനിർത്തിയാണ് പാകിസ്ഥാന്റെ ഭയപ്പെടുത്തൽ. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ഒരു പാക് ശ്രമമെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തിങ്കളാഴ്ച പറഞ്ഞത്. ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വെള്ളം നൽകുന്നത് ചൈന നിർത്തിയാൽ എന്തു ചെയ്യുമെന്നാണ് പാക്കികൾ ചോദിച്ചത്. എക്സിൽ ശക്തമായ ഒരു കുറിപ്പ് ഇത് സംബന്ധിച്ച് ശർമ്മ പ്രതികരണമെന്നോണം നൽകി. ഈ മിഥ്യയെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. വസ്തുതകളോടുകൂടി, ദേശീയ വ്യക്തതയോടുകൂടി നമുക്ക് ഇക്കാര്യങ്ങൾ പൊളിച്ചെഴുതാം. ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ശക്തമായി ഒഴുകുന്ന ഒരു നദിയാണ്. അപ്സ്ട്രീം നിയന്ത്രണം കാരണം ചുരുങ്ങുന്ന ഒന്നല്ല ബ്രഹ്മപുത്ര നദി. നദിയുടെ മൊത്തം ഒഴുക്കിൻ്റെ ഏകദേശം 30 മുതൽ 35% വരെ മാത്രമേ ചൈന സംഭാവന ചെയ്യുന്നുള്ളൂ. പ്രധാനമായും ഹിമാനികൾ ഉരുകുന്നതും ടിബറ്റൻ പീഠഭൂമിയിലെ പരിമിതമായ മഴയും മൂലമാണത്. നദിയുടെ ശേഷിക്കുന്ന 65% മുതൽ 70% വരെ മൺസൂൺ മഴയിലൂടെയും വടക്ക് കിഴക്കൻ മേഖലയിലെ അതിൻ്റെ നിരവധി പോഷക നദികളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ബ്രഹ്മപുത്ര നദിയുടെ ഭൂരിപക്ഷം ജലഭാഗവും ഇന്ത്യയിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നു. ഇൻഡോ ചൈന അതിർത്തിയിൽ നദിയുടെ ഒഴുക്ക് സെക്കൻഡിൽ ശരാശരി 2000 മുതൽ 3000 ക്യൂബിക് മീറ്ററിനിടയിൽ മാത്രമാണ്. മൺസൂൺ സമയത്ത് ഇത് അസമിൽ സെക്കൻഡിൽ 15000 മുതൽ 20000 ക്യൂബിക് മീറ്ററായി നാടകീയമായി ഉയരുന്നു. മഴയെ ആശ്രയിക്കുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര നദി. അതുകൊണ്ട് തന്നെ ബ്രഹ്മപുത്ര നദിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ചൈനയെക്കൊണ്ട് ഏർപ്പെടുത്തിയാൽ ഇന്ത്യക്ക് കാര്യമായ ദോഷമുണ്ടാകില്ല. ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നതിന് ശേഷമാണ് ബ്രഹ്മപുത്രയുടെ നീരൊഴുക്ക് ശക്തിപ്പെടുന്നത്. ചൈന ജലപ്രവാഹം കുറയ്ക്കാനുള്ള സാധ്യത കുറവാണ്.
ഒരുപക്ഷെ അസമിൽ വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കുന്ന ആവർത്തിച്ചുള്ള വെള്ളപ്പൊക്കം ലഘൂകരിക്കാൻ ഈ നീക്കം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് ശ്രീ ശർമ്മ വാദിക്കുന്നത്. ബ്രഹ്മപുത്രയെ ആയുധമാക്കുമെന്ന് ഒരിക്കൽ പോലും ചൈന പറഞ്ഞിട്ടില്ല. ഈ നിർദ്ദേശം ഭയം ജനിപ്പിക്കാനുള്ള വെറും ഊഹാപോഹം മാത്രമാണ്. ഇന്ത്യ ശക്തമായി തങ്ങളുടെ ജലപരമാധികാരം പാകിസ്ഥാന് മേൽ പ്രയോഗിക്കുമ്പോൾ അവർ ഭയചകിതരാണ്, പരിഭ്രാന്തിയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം നീക്കങ്ങൾ. ബ്രഹ്മപുത്രയെ ഒരൊറ്റ സ്രോതസ് നിയന്ത്രിക്കുന്നില്ല. നമ്മുടെ ഭൂമിശാസ്ത്രം, നമ്മുടെ മൺസൂൺ, നമ്മുടെ നാഗരികതയുടെ പ്രതിരോധശേഷി എന്നിവയാണ് ആ നദിക്ക് ഊർജം പകരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ ജലപ്രതിരോധത്തിൽ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇന്ന് റിപ്പോർട്ടുകളായി പുറത്തു വന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ സൈന്യം അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾ ആക്രമിച്ച് തകർത്തിരുന്നുവെന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. പാകിസ്ഥാന്റെ തന്നെ ഒരു ഔദ്യോഗിക വെളിപ്പെടുത്തലാണ് ഇന്ന് പുറത്തു വന്നത്. ഓപ്പറേഷൻ ബനിയൻ മർസൂസിനെ കുറിച്ചുള്ള രേഖയിൽ ഇന്ത്യ തങ്ങളുടെ സൈന്യം പരാമർശിച്ചതിനേക്കാൾ കുറഞ്ഞത് 8 ലക്ഷ്യങ്ങളെങ്കിലും കൂടുതൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്തി എന്നീ രേഖ സ്ഥിരീകരിക്കുന്നു. ഡോസിയറിലെ ഭൂപടങ്ങളിൽ പെഷവാർ, ചാങ്, സിന്ധിലെ ഹൈദരാബാദ്, പഞ്ചാബിലെ ഗുജറാത്ത്, ഗുജ്റൻവാല, ഭവാൽ നഗർ, അറ്റോക് ചോർ എന്നിവിടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ കാണിക്കുന്നു. വ്യോമാക്രമണത്തിന് ശേഷമുള്ള പത്രസമ്മേളനങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയോ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലോ ഈ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിരുന്നില്ല. ചുരുക്കത്തിൽ ഇന്ത്യ സമ്മതിച്ചതിലും വളരെ ആഴത്തിലാണ് പാക് മണ്ണിൽ അവർ പ്രഹരമേൽപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ. പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിച്ച് ഒരു വെടിനിർത്തലിനു വേണ്ടി യാചിച്ചത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ രേഖ. ഇന്ത്യൻ ഭാഗത്ത് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി എന്ന ഇസ്ലാമാബാദിൻ്റെ ഉയർന്ന അവകാശവാദങ്ങൾ ഈ രേഖയിൽ അവർ തന്നെ നിഷേധിക്കുന്നു. നേരത്തെ മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ കൃത്യമായ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വെളിവാക്കിയിരുന്നു. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും മുരുട്കയിലെ ലഷ്കർ ഇ തോയ്ബ പരിശീലന കേന്ദ്രവും ഉൾപ്പെടെ 9 സ്ഥലങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. മെയ് 7-ാം തീയതി നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ലക്ഷ്യമിട്ടുള്ളൂ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സിവിലിയൻ പ്രദേശങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാക് സൈനിക കേന്ദ്രങ്ങൾക്കും വ്യോമസേനാ കേന്ദ്രങ്ങൾക്കും നേരെ ഇന്ത്യ ആക്രമണം നടത്തിയത്. നൂർഖാൻ, റഫീഖി, മുറിദ്, സുക്കൂർ, സിയാൽകോട്ട്, ഫാസ്രൂർ, ചുനിയൻ, സർഗോദ, സഗുരു, ബൊളാരി, ജഖബാബാദ് എന്നിവയുൾപ്പെടെ 11 വ്യോമത്താവളങ്ങൾ ഇന്ത്യൻ ആക്രമണങ്ങളിൽ തകർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പാകിസ്ഥാന് നമ്മൾ വലിയൊരു തിരിച്ചടി നൽകി എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ആക്രമണം കൃത്യമാണ് എന്ന് പാക് രേഖകൾ സ്ഥിരീകരിക്കുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ. അർദ്ധരാത്രി കഴിഞ്ഞ് 2:30 മണിക്ക് അസിം മുനീർ പാക് പ്രധാനമന്ത്രിയെ വിളിച്ച് ഇന്ത്യ വ്യോമകേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ച് തകർത്തു എന്ന് പറഞ്ഞത് വെറുതെയല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.